ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കണ്ടേ? സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എന്നും പറയാറുള്ളതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ചിത്രകൂട വനപ്രവേശവും ലക്ഷ്മണകോപവും. ഭരതകുമാരനും വൻപടയും വനത്തിലൂടെ യാത്ര ആരംഭിച്ചപ്പോഴേക്കും മദയാനകൾ വരെ ഓടി ഒളിച്ചു. പക്ഷിമൃഗാദികൾ പരിഭ്രമിച്ചു പാഞ്ഞു. കുറേ ദൂരം ചെന്നപ്പോൾ ഭരദ്വാജ മഹർഷി വിവരിച്ച ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങി. അവർ മന്ദാകിനി തീരത്തെത്തി. ചിത്രകൂടത്തിലെത്തിയ ഉടനെ രാമൻ്റെ ആശ്രമം കണ്ടെത്തുവാൻ ഭരതൻ സേനയെ നിയോഗിച്ചു. ശൂരന്മാരായ കുറേ പടയാളികൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അല്പം ദൂരെയായി പുക ഉയരുന്നത് അവർ കണ്ടെത്തി. ആ വിവരം അവർ ഭരതകുമാരനെ അറിയിച്ചു. കുമാരൻ സൈന്യത്തെ അവിടെ നിർത്തിയ ശേഷം ആചാര്യനോടും സുമന്ത്രരോടും അനുജനോടും ഒപ്പം പുക കണ്ട സ്ഥലത്തേക്ക് യാത്രയായി. ഈ സമയം സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഒത്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു രാമദേവൻ. ചിത്രകൂടത്തിൻ്റെ മനോഹാരിത അവരുടെ വിയോഗ ദുഃഖമെല്ലാം അകറ്റിയിരുന്നു. ദേവൻ സീതാദേവിയോട് ചിത്രകൂടത്തിൻ്റെ പ്രത്യേകതകൾ വർണ്ണിച്ചുകൊണ്ടിരുന്നു. പല വർണ്ണത്തിലുള്ള മാനുകൾ, പക്ഷിമൃഗാദികൾ എന്നിവയാൽ ചിത്രകൂടം അനുഗ്രഹീതമാണ്. പുഷ്യരാഗരത്നങ്ങൾ വാരി വിതറിയ പോലെ ആ പ്രദേശം ശോഭിച്ചിരുന്നു. മാത്രമല്ല, ക്രൂരമൃഗങ്ങൾ പോലും അവിടെ ശാന്തശീലരായാണ് കാണപ്പെട്ടത്. പൂക്കൾ നിറഞ്ഞ വൃക്ഷലതാദികൾ കണ്ണുകൾക്ക് എപ്പോഴും ആനന്ദം നൽകുന്നു. വിദ്യാധരന്മാരും കിന്നരന്മാരും സന്തോഷത്തോടെ അവിടെ കളിയാടാൻ എത്തുമായിരുന്നു. കാനനവാസം മൂലം ജന്മാന്തര സുഹൃതവും മുക്തിയും കൂടി ലഭിക്കുമെന്ന് രാമൻ സീതാദേവിയോട് പറഞ്ഞു. സീതാ ലക്ഷ്മണന്മാരോടൊത്ത് എക്കാലവും താൻ അവിടെ തന്നെ ജീവിക്കുവാനാണ് ഏറെ ഇഷ്ടപ്പെടുന്നതെന്നും ദേവൻ അറിയിച്ചു. പിന്നീട് രാമൻ മന്ദാകിനി നദിയെക്കുറിച്ച് വർണ്ണിച്ചു. മരത്തോലുടുത്ത് മുനിവര്യന്മാർ ആ പുണ്യനദിയിലാണ് സ്നാനകർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് രാമൻ സീതയ്ക്ക് പറഞ്ഞു കൊടുത്തു. ചിത്രകൂട പർവ്വതവും പുണ്യതീർത്ഥമായ മന്ദാകിനിയും ഉള്ളിടത്ത് അനുജനോടും ഭാര്യയോടും കൂടി വസിക്കാനാണ് രാമദേവൻ ഇഷ്ടപ്പെടുന്നതെന്നും വെളിപ്പെടുത്തി. ഇങ്ങനെ പലതും പറഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ഭരതകുമാരൻ്റെ വരവ്. ദൂരെ പൊടിപടലം ഉയർന്നു പൊങ്ങി. പെരുമ്പറനാദവും സൈന്യങ്ങളുടെ ഘോഷവും കേട്ട രാമൻ ഇങ്ങനെ പറഞ്ഞു: കുമാരാ, സിംഹങ്ങൾ ഇറങ്ങിയിരിക്കുന്നുവോ? അതോ വല്ല രാജാക്കന്മാരും നായാട്ടിനായി എത്തിയോ? മൃഗങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുന്നു. ലക്ഷ്മണൻ ഉടനെ പോയി സത്യസ്ഥിതി അറിഞ്ഞു വരൂ. ലക്ഷ്മണൻ ഉടനെ തന്നെ വലിയൊരു മരത്തിൽ കയറി നാലും ചുറ്റും നോക്കി. വടക്കുനിന്നും അടുത്തു വരുന്ന ചതുരംഗ സേനയാണ് ലക്ഷ്മണൻ കണ്ടത്. കൊടിതോരണങ്ങളിൽ നിന്നും അതേതു സൈന്യമാണെന്നും ലക്ഷ്മണന് മനസ്സിലായി. നിമിഷങ്ങൾക്കുള്ളിൽ രാമൻ്റെ മുന്നിലെത്തി ജാഗ്രതയോടെ ഇരിക്കാൻ ലക്ഷ്മണൻ പറഞ്ഞു: ജ്യേഷ്ഠ, തീ കെടുത്തണം. ദേവിയെ ഗുഹയ്ക്കുള്ളിലാക്കൂ. എന്നിട്ട് വില്ല് കുലച്ച് യുദ്ധത്തിന് തയ്യാറാകൂ. കാര്യം മനസ്സിലാകാതെ രാമൻ കുഴങ്ങി. ഏതു സൈന്യമാണ് ഇപ്പോൾ യുദ്ധത്തിന് വരുന്നതെന്ന് രാമൻ ആരാഞ്ഞു.
ജ്യേഷ്ഠ, അഭിഷേകത്തിന് ശേഷം ഭരതൻ നമ്മെ നിഗ്രഹിക്കാൻ പടയും കൂട്ടി വരികയാണ്. അവർ ആഹ്ലാദത്തോടെയാണ് വരുന്നത്. യുദ്ധം ചെയ്യാനുള്ള നമ്മുടെ കെൽപ്പ് ഇന്നവർക്ക് കാണിച്ചു കൊടുക്കണം. ആ വരുന്ന ഭരതൻ കാരണമാണ് അങ്ങേക്ക് ഈ ദുരിതമെല്ലാം ഉണ്ടായത്. ഭരതനെ നിഗ്രഹിച്ച ശേഷം അങ്ങേക്ക് രാജ്യം ഭരിക്കാം. കോപം കൊണ്ട് നിന്ന് ജ്വലിക്കുന്ന അനുജനെ ശാന്തനാക്കാൻ രാമൻ പണിപ്പെട്ടു. ലക്ഷ്മണ, ഭരതൻ സ്വയം ഇങ്ങോട്ട് വരികയാണ്. അനുജനെ കൊന്ന് എനിക്കെന്തിനാണ് രാജ്യം? അച്ഛനോട് ഞാൻ ചെയ്ത സത്യത്തിനാണ് ഏറ്റവും വലിയ വില. ബന്ധുജനങ്ങളെ കഷ്ടപ്പെടുത്തി ഒന്നും നേടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനുജ, നിങ്ങളുടെ സുഖത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ രാജാവാകുവാൻ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ സുഖജീവിതത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ലക്ഷ്മണ, അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭരതൻ വംശധർമ്മം പാലിക്കാൻ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അവൻ്റെ വരവിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ വനവാസ ജീവിതമറിഞ്ഞ് ദുഃഖിതനായാവും അവൻ വരുന്നത്. അല്ലെങ്കിൽ തന്നെ നീയൊന്ന് ആലോചിച്ചു നോക്കൂ. നിനക്ക് അനിഷ്ടമായത് എന്തെങ്കിലും ഇതുവരെ ഭരതൻ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിന് നീ ഇങ്ങനെ കുമാരനെ സംശയിക്കുന്നു? അവനോട് അഹിതമായി നീ ഒന്നും പറയരുത്. നീ രാജ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം തുറന്നു പറയൂ. ഞാൻ ഭരതനോട് പറഞ്ഞ് നിന്നെ രാജാവാക്കാം. ഭരതനാവട്ടെ എൻ്റെ വാക്കിനെതിരെ നിൽക്കുകയുമില്ല. രാമൻ്റെ വാക്കുകൾ ലക്ഷ്മണനെ ലജ്ജിപ്പിച്ചു. വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചതോർത്ത് കുമാരൻ പശ്ചാത്തപിച്ചു. ക്രമേണ ലക്ഷ്മണൻ്റെ ചിന്ത നേർവഴിയേ വന്നു. ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഭരതനോടൊപ്പം അച്ഛനും ഉണ്ടാവും എന്ന് ലക്ഷ്മണന് തോന്നി. ലക്ഷ്മണൻ വീണ്ടും മരത്തിൽ കയറി സേനയെ സൂക്ഷിച്ചു നോക്കി. പക്ഷേ അച്ഛൻ്റെ വെൺകൊറ്റക്കുട അക്കൂട്ടത്തിൽ കാണാനില്ല. അതിൽ രാമചന്ദ്രന് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നി. അനുജനോട് ഉടനെ മരത്തിൽ നിന്നിറങ്ങാൻ ദേവൻ പറഞ്ഞു. യാതൊരു ശല്യവും ഉണ്ടാക്കരുതെന്ന് ഭരതൻ്റെ കൽപ്പനയനുസരിച്ച് സൈന്യങ്ങൾ 1.5 യോജന അകലെയാണ് നിലകൊണ്ടത്. ഭരതശത്രുഘ്നന്മാരും സുമന്ത്രരും കുറേ ദൂരം ചെന്നപ്പോൾ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന മരവുരികൾ കണ്ടു. തൊട്ടടുത്തായി ഉണ്ടായിരുന്ന പർണശാലയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഭഗവാൻ വസിഷ്ഠനോട് അമ്മമാരെയും കൂട്ടി ഉടനെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഭരതൻ രാമസവിധത്തിലേക്ക് വെമ്പിപ്പാഞ്ഞു. രാമപാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ ഭരതൻ വെമ്പൽ കൊണ്ടു. യാത്രക്കിടയിലും ഭരതൻ രാമനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്നു. ആശ്രമം അടുക്കും തോറും ഭരതൻ്റെ കാലുകൾ നിലത്ത് തൊടുന്നില്ല എന്ന സ്ഥിതിയിലായി. വെറും നിലത്ത് സീതാദേവിയോടൊത്തിരിക്കുന്ന രാമദേവനെ കണ്ട് ദുഃഖം സഹിക്കവയ്യാതെ ജ്യേഷ്ഠാ എന്ന് ഭരതൻ നിലവിളിച്ചു. ഓടിച്ചെന്ന് രാമപാദങ്ങളിൽ വീണു. ഒരു ഞരക്കം പോലെ ആര്യ എന്ന വാക്കുമാത്രം പുറത്തു വന്നു. സംസാരിക്കുവാനുള്ള ശേഷി പോലും കുമാരനുണ്ടായിരുന്നില്ല. ഭരതൻ്റെ സമീപത്ത് തന്നെ വിലപിച്ചുകൊണ്ട് ശത്രുഘ്നനും പതിച്ചു. അടുത്ത ഭാഗം ഭരതാഭ്യർത്ഥന. രാമചന്ദ്രൻ ഇരുവരെയും വാരിയെടുത്തു, ആലിംഗനം ചെയ്തു. സുമന്ത്രരും ഗുഹനും അടുത്ത ക്ഷണം രാമൻ്റെ അരികിലെത്തി. രാമൻ ഭരതനെ അടിമുടി സൂക്ഷിച്ചു നോക്കി. ഭരതകുമാരൻ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ജടാധാരിയായിരിക്കുന്നു. രാമചന്ദ്രൻ അനുജന്മാരെ മടിയിലിരുത്തി ആശ്വസിപ്പിച്ചു. ദേവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കണം പൊഴിഞ്ഞു വീണു. ഉണ്ണി, ഭരത, അച്ഛനെവിടെ? അച്ഛനെ വിട്ടിട്ട് നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു? അമ്മമാർക്കെല്ലാം സുഖം തന്നെയല്ലേ? മന്ത്രിമാരുടെ അഭിപ്രായം അറിഞ്ഞു വേണം ഭരിക്കാൻ. ഇതു കേട്ട ഭരതൻ വാവിട്ട് നിലവിളിച്ചു. തൊണ്ട ഇടറിക്കൊണ്ട് ഭരതൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, മഹാപ്രഭോ, എന്നോട് രാജധർമ്മങ്ങൾ എന്തിനു ഉപദേശിക്കുന്നു? അങ്ങുള്ളപ്പോൾ ഞാൻ എന്തിനാണ് രാജാവാകുന്നത്? എൻ്റെ പൊന്നു ജ്യേഷ്ഠ,
ഞാൻ അയോധ്യയിൽ എത്തുന്നതിന് മുൻപേ അച്ഛൻ സ്വർഗത്തിലേക്കെത്തി. എൻ്റെ അമ്മ മൂലം എന്തെല്ലാം അനിഷ്ടങ്ങളാണ് വന്നു ചേർന്നത്. എന്നെ തെറ്റിദ്ധരിക്കരുതേ. എന്നെ മുൻപത്തെ പോലെ തന്നെ സ്നേഹിക്കണേ. ആചാരപ്രകാരം അങ്ങയ്ക്ക് അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങളുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങ് രാജ്യം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം അയോധ്യയിലേക്ക് വരണം. അങ്ങ് ഉടനെ അച്ഛന് ഉദകക്രിയകൾ നടത്തണം. ഞാനും ശത്രുഘ്നനും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിപ്രിയനായുള്ളവൻ കൊടുക്കുന്നതാണ് പരലോകത്തുള്ളവർ ഇഷ്ടപ്പെടുക. ജ്യേഷ്ഠനെ സ്മരിച്ചുകൊണ്ടാണ് അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞതു തന്നെ. ഇത് കേട്ട് രാമൻ അളവറ്റ ദുഃഖത്തിൽപ്പെട്ടുപോയി. കൈകൂപ്പിക്കൊണ്ട് രാമൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. ജലം തളിച്ച് അദ്ദേഹത്തെ അനുജന്മാരും സീതാദേവിയും ഉണർത്തി. അനുജ, അച്ഛൻ മരിച്ചു. അയോധ്യ ഇനി അനാഥമാകരുത്. അച്ഛൻ്റെ സത്യം പാലിക്കാൻ ഇറങ്ങിത്തിരിച്ച ഞാൻ എങ്ങനെ രാജ്യം സ്വീകരിക്കും? ഇനി നീ നിന്റെ കടമ നിർവഹിക്കൂ. എനിക്ക് എൻ്റെ കൃത്യം നിർവഹിക്കാനുള്ള അവസരം തരൂ. അച്ഛനും അമ്മയും എന്നോട് ആവശ്യപ്പെട്ടത് വനവാസം ചെയ്യാനാണ്. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് എങ്ങനെ ശാന്തി ലഭിക്കും? അതാണ് യഥാർത്ഥ പുത്രധർമ്മം. ഭരത, നീ നാട് വാഴുകയാണ് വേണ്ടത്. രാമൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ ഭരതന് കഴിഞ്ഞില്ല. നിശ്ചയത്തിൽ നിന്നും രാമനെ പിന്തിരിപ്പിക്കാൻ വീണ്ടും വീണ്ടും ഭരതൻ ആവോളം ശ്രമിച്ചു. മഹാരാജാവിൻ്റെ മരണവൃത്താന്തം അറിഞ്ഞ് സീതാദേവി പൊട്ടിക്കരഞ്ഞു. ദേവിയെ രാമചന്ദ്രൻ ആശ്വസിപ്പിച്ചു. അതിനുശേഷം പിതാവിന് ഉദകക്രിയ ചെയ്യുവാൻ രാമൻ തയ്യാറായി. പുതിയ വൽക്കലം ധരിച്ചു. രാമൻ്റെ ആഗ്രഹപ്രകാരം ഓടക്കായ പിണ്ണാക്കു കൊണ്ടുവന്നു. സീത മുന്നിലും ലക്ഷ്മണൻ പിന്നിലുമായി മന്ദാകിനി നദിയിലേക്ക് യാത്രയാരംഭിച്ചു. തൊട്ടു പിന്നാലെ നിറകണ്ണുകളുമായി രാമദേവനും നടന്നു. കുമാരന്മാരെ സുമന്ത്രർ വെള്ളത്തിലേക്ക് കൈ പിടിച്ചിറക്കി. രാമൻ കൈക്കൊമ്പിളിൽ ജലമെടുത്തു. തെക്കേ ദിക്കിലേക്ക് നോക്കി, പിതാവിനായി അങ്ങയ്ക്ക് നൽകുന്ന ഈ നിർമ്മല ജലം എന്നെന്നും നിലനിൽക്കട്ടെ എന്നാശംസിക്കുകയും ചെയ്തു. ലക്ഷ്മണനോടൊന്നിച്ച് ദർഭ വിരിച്ചു. അതിൽ ഓടക്കാക്കുരുവും ലന്തക്കുരുവും ചേർത്ത് പിണ്ടം വെച്ചു. മഹാരാജൻ, അങ്ങയ്ക്ക് ഇതുമാത്രം തരുവാനേ ഞങ്ങളെക്കൊണ്ട് കഴിയൂ. ഇത് ഭക്ഷിക്കൂ. മനുഷ്യർ കഴിക്കുന്നത് തന്നെയാണല്ലോ ദൈവത്തിനും തരുന്നത്. ശേഷക്രിയകൾ ചെയ്ത ശേഷം എല്ലാവരും ചിത്രകൂട പർവ്വതത്തിലേക്ക് മടങ്ങി. ദശരഥപുത്രന്മാരുടെ വിലാപം ദൂരെ തമ്പടിച്ചിരുന്ന സൈന്യങ്ങൾ കേട്ടു. അവർ ശബ്ദം കേട്ട ദിക്കു ലാക്കാക്കി ഓടി. സഹോദരന്മാരുടെ സമാഗമം കാണുവാൻ അവർ അളവറ്റ ആഗ്രഹിച്ചു. ദശരഥ പത്നിമാരെ മുമ്പിൽ നടത്തിക്കൊണ്ട് വസിഷ്ഠനും പർണശാലയിലേക്ക് വേഗത്തിൽ നടന്നു. മന്ദാകിനി നദിക്കരയിൽ രാമലക്ഷ്മണന്മാർ പിതാവിന് അർപ്പിച്ച പിണ്ടം കണ്ട് അവർ മനം നൊന്ത് കരഞ്ഞു. ലോകം മുഴുവൻ ആരാധിച്ചിരുന്ന ദശരഥ മഹാരാജാവിന് സമർപ്പിക്കാൻ തൻ്റെ ഓമന പുത്രന്മാർക്ക് ഈ പിണ്ണാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവല്ലോ എന്നോർത്ത് ആ അമ്മമാരുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. ദൈവതുല്യനായ മഹാരാജാവിന് കഴിക്കാൻ കഴിയാത്തതാണല്ലോ അതെന്നോർത്ത് കൗസല്യാദേവി ദുഃഖിതയായി. അമ്മമാരെ കണ്ടയുടനെ രാമലക്ഷ്മണന്മാരും സീതയും ഓടിച്ചെന്ന് പാദങ്ങളിൽ നമസ്കരിച്ചു. അവരെ സന്തോഷത്തോടെ ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു. വിദേഹ രാജപുത്രിയുടെ ദുസ്ഥിതി കണ്ട് കൗസല്യയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. ആ അമ്മ മകളെ ആലിംഗനം ചെയ്ത് കണ്ണീർ വാർത്തു. ശ്രീരാമദേവൻ വസിഷ്ഠ മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ ശാന്തനായിരിക്കുന്ന രാമൻ്റെ മുന്നിൽ ഭരതകുമാരൻ എത്തി. കുമാരൻ എന്തിനാണ് ഈ അവസരത്തിൽ നാടുവിട്ട് വനത്തിലേക്ക് വന്നതെന്ന് രാമൻ ആരാഞ്ഞു. ജ്യേഷ്ഠ, അങ്ങയോടുള്ള സ്നേഹം മൂലമാണ് അച്ഛന് ജ്യേഷ്ഠൻ്റെ വേർപാട് സഹിക്കാൻ കഴിയാതിരുന്നത്. ഇതിനെല്ലാം കാരണക്കാരി എൻ്റെ അമ്മ ഒരുവളാണ്. അവർ അതിനുള്ള ഫലം അനുഭവിക്കും. അയോധ്യ മഹാരാജ്യം ഭരിക്കാൻ ഈ ഭരതൻ അശക്തനാണ്. അങ്ങയ്ക്ക് എന്നിൽ ദയവുണ്ടാകണം. രാജ്യം അങ്ങ് ഏറ്റെടുക്കണം. എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഭരതൻ കണ്ണു നിറഞ്ഞുകൊണ്ട്
പറഞ്ഞത് കേട്ട് രാമൻ അനുജനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടിങ്ങനെ ഉപദേശിച്ചു: നന്മകൾ എല്ലാം അറിവുള്ള നീ രാജ്യത്തിൻ്റെ പേരിൽ പാപം ചെയ്യുന്നത് ശരിയല്ല. നിന്നിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അമ്മയെ ഒരിക്കലും നിന്ദിച്ചു പറയരുത്. പുത്രന്മാരെ കാട്ടിലോ നാട്ടിലോ അയക്കാനുള്ള അധികാരം പിതാവിനുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ധർമ്മിഷ്ഠരാണ്. അവരുടെ ആജ്ഞ സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നോട് വനവാസം ചെയ്യാൻ പറഞ്ഞിട്ടാണ് തേജസ്വിയായ അച്ഛൻ സ്വർലോകം പോകിയത്. എല്ലാ ലോകത്തിൻ്റെയും അധിപസ്ഥാനത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അച്ഛൻ്റെ നിർദ്ദേശം അനുസരിക്കുന്നതാണ്. ഭരതൻ വീണ്ടും വീണ്ടും തൻ്റെ അപേക്ഷയുമായി രാമൻ്റെ മുന്നിലെത്തി. ആ സമയത്ത് ഏവരുടെയും മുന്നിൽ വെച്ച് രാമചന്ദ്രൻ ചില ലോകസത്യങ്ങൾ കുമാരന് പറഞ്ഞുകൊടുത്തു. കുമാര, മനുഷ്യന് ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കഴിയുകയില്ല. എല്ലാം ഈശ്വര നിശ്ചയമാണ്. വിയോഗം വരെയാണ് കൂടിച്ചേർച്ച. അതുപോലെ മരണം വരെയാണ് ജീവിതവും. പഴക്കമെത്തിയാൽ ഏതു തൂണും നിലം പതിക്കും. മനുഷ്യജീവിതവും അങ്ങനെയാണ്. ആരും ആർക്കു വേണ്ടിയും ദുഃഖിക്കേണ്ടതില്ല. ഈ ലോകത്തിലെ ഒരു വസ്തുവും ശാശ്വതമല്ല. കാരണം ഒടുവിൽ വേർപാടുണ്ടായേ തീരൂ എന്നതു തന്നെ. നമുക്ക് ആത്മാവിൻ്റെ മോക്ഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നീ അച്ഛൻ വിധിച്ചതുപോലെ ചെയ്യൂ. പരലോക സുഖം ആഗ്രഹിക്കുന്നവർ അതാണ് ചെയ്യേണ്ടത്. ബുദ്ധിയില്ലാത്ത അമ്മ ചെയ്തു പോയ തെറ്റ് ക്ഷമിക്കണമെന്ന് ഭരതൻ വീണ്ടും രാമനോട് അഭ്യർത്ഥിച്ചു. അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് കുമാരൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ ധർമ്മം വനവാസമല്ലെന്നും മൂത്തയാൾ ജീവിച്ചിരിക്കെ താൻ രാജാവാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും ഭരതൻ തറപ്പിച്ചു പറഞ്ഞു. മടങ്ങി വന്ന് രാജ്യഭാരം രാമൻ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ താനും വനവാസം ചെയ്യുമെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്തു. അതുകേട്ട രാമൻ ശാന്തചിത്തനായി കുമാരനെ വീണ്ടും നല്ല വാക്കുകൾ പറഞ്ഞ് നിശ്ചയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പിതാവ് നൽകിയ വരം ആവശ്യപ്പെടുക മാത്രമേ കൈകേയി ചെയ്തുള്ളൂവെന്നും അതിൽ തെറ്റില്ലെന്നും രാമൻ ഭരതനോട് പറഞ്ഞു. പിതാവിന് ഉദകക്രിയകൾ അർപ്പിച്ചുകൊണ്ട് ഗയൻ പറഞ്ഞത് രാമൻ ഓർത്തു. പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് യഥാർത്ഥ പുത്രൻ മക്കൾ അനേകമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ അവരിൽ ഒരാളെങ്കിലും ഗംഗയിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണെന്നും രാമൻ വെളിപ്പെടുത്തി. നരകത്തിൽ നിന്ന് പിതാവിനെ രക്ഷിക്കേണ്ട കടമയാണ് ഭരതനുള്ളത്. അതിനാൽ ജനങ്ങളുടെ രക്ഷകനായി അയോധ്യയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ രാമൻ ഉപദേശിച്ചു. ആ സമയം ജബാലി എന്ന വൃദ്ധബ്രാഹ്മണൻ ഭരതനു വേണ്ടി വാദിച്ചു. ബന്ധങ്ങളും ധനവും എല്ലാം താത്കാലികമായി ഉള്ളതാണ്. ഒരു ജീവനും മറ്റൊരു ജീവൻ അവലംബമായിട്ടില്ല. അവരവരുടെ അനുഭവങ്ങൾക്ക് തുണയായി അവരവർ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ സ്വഭാവശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് രാമൻ ബ്രാഹ്മണന് പറഞ്ഞുകൊടുത്തു. അതിനാൽ രാമൻ അച്ഛനെയാണ് അനുസരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് എന്നും അറിയിച്ചു. ആചാര്യന്മാരെല്ലാം രാമനെ തൻ്റെ നിശ്ചയത്തിൽ നിന്നിളക്കാൻ ആവും വിധം ശ്രമിച്ചു. പക്ഷെ രാമൻ്റെ നിശ്ചയത്തിന് യാതൊരു ഇളക്കവും വന്നില്ല. സങ്കടം സഹിക്കവയ്യാതായ ഭരതൻ പർണശാലയ്ക്ക് മുന്നിൽ ദർഭ വിരിച്ച് നിരാഹാരം അനുഷ്ഠിച്ചു. രാമന് കുണ്ഠിതമുണ്ടായി. കണ്ണ് മൂടിക്കെട്ടി വ്രതമനുഷ്ഠിക്കുന്ന അനുജനോട് തന്നെയും ജലത്തെയും തൊട്ട് വ്രതമുപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. പൗരന്മാരെല്ലാം രാമൻ പറയുന്നത് പോലെ ചെയ്യാൻ ഭരതനോട് അപേക്ഷിച്ചു. വ്രതം ഉപേക്ഷിച്ച് ഭരതൻ ഇങ്ങനെ പറഞ്ഞു: എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അച്ഛനോട് രാജ്യം വേണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടില്ല. ജ്യേഷ്ഠൻ്റെ വനവാസത്തിന് ഞാൻ കാരണക്കാരനുമല്ല. അച്ഛൻ്റെ ആജ്ഞ പരിപാലിക്കാൻ 14 സംവത്സരം ഞാൻ വനത്തിൽ കഴിയാം. എന്നാൽ ഭരതന് മറുപടിയായി രാമചന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ്റെ തീരുമാനത്തെ മാറ്റാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുകയില്ല. എനിക്കു പകരം ഭരതനെ കാനനവാസത്തിന് നിയോഗിച്ചാൽ അത് ഏറ്റവും നിന്ദ്യമാണ്. ഭരതനിൽ എല്ലാ സദ്ഗുണങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്.
വനവാസത്തിനു ശേഷം ഭരതൻ്റെ സഹായത്തോടെ ഞാൻ രാജ്യം പരിപാലിക്കാം. ധർമ്മചിന്തയിൽ നിന്ന് കടുകിട പോലും വ്യതിചലിക്കാത്ത ആ വീരപുത്രന്മാരുടെ പിതാവായ ദശരഥൻ ധന്യന്മാരിൽ ധന്യനാണെന്ന് മഹർഷിമാർ ശ്ലാഘിച്ചു. രാവണവധത്തിന് ആഗ്രഹിച്ചിരുന്ന ഋഷിവര്യന്മാർ ഭരതൻ്റെ മുന്നിൽ പ്രത്യക്ഷരായി. ഇക്ഷ്വാകു വംശപാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും അച്ഛനോടുള്ള സ്നേഹബഹുമാനങ്ങൾ കാണിക്കാനും വേണ്ടി രാജ്യഭാരം ഏൽക്കണമെന്ന് അവർ ഭരതനെ ഉപദേശിച്ചു. കൈകേയിക്കുണ്ടായിരുന്ന കടവും വീട്ടിയാണ് മഹാരാജാവ് ഭൂലോകം വിട്ടതെന്നും അവർ അറിയിച്ചു. ഗന്ധർവന്മാരും ഋഷിവര്യന്മാരും ഇത്രയും പറഞ്ഞ ശേഷം അപ്രത്യക്ഷരായി. അത്രയും ആയപ്പോഴേക്കും തളർന്നുപോയ ഭരതകുമാരൻ രാമൻ്റെ കാൽക്കൽ വീണു. രാമൻ്റെ പാദുകങ്ങളെ തൊട്ട് വണങ്ങി ഭരതൻ പ്രതിജ്ഞയെടുത്തു. ജ്യേഷ്ഠാ, ഈ പാദുകങ്ങളിൽ വെച്ച അവിടുത്തെ കാലുകളാണ് എല്ലാ ലോകങ്ങൾക്കുമുള്ള അവലംബം. അങ്ങ് മടങ്ങി വരും വരെ കായ്കനികൾ ഭക്ഷിച്ച് ജടാവൽക്കലധാരിയായി അയോധ്യ നഗരിക്ക് വെളിയിൽ അടിയൻ ജീവിക്കാം. ഭരണകാര്യങ്ങൾ ഈ പാദുകങ്ങളിൽ അർപ്പിച്ച് ഓരോ ദിനവും ഞാൻ എണ്ണി എണ്ണി കാത്തിരിക്കാം. 14 വർഷം തികയുന്ന ദിവസം അങ്ങ് വന്നു ചേർന്ന് രാജ്യഭാരം ഏറ്റില്ലെങ്കിൽ ആളുന്ന അഗ്നികുണ്ഡത്തിൽ ചാടി ഞാൻ ആത്മാഹൂതി ചെയ്യും. ഭരതൻ രാമൻ്റെ പാദുകങ്ങൾ ആവശ്യപ്പെട്ടു. രാമൻ ധർമ്മിഷ്ഠനായ ഭരതന് തൻ്റെ പാദുകങ്ങൾ നൽകി. കുമാരൻ ആ പാദുകങ്ങളെ നമസ്കരിച്ചു. ഭരതൻ്റെ സഹോദര സ്നേഹത്തിന് മുന്നിൽ രാമന് പരാജയപ്പെടേണ്ടി വന്നു. ഭരതൻ്റെ പ്രതിജ്ഞയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് രാമദേവൻ അറിയിച്ചു. കൈകേയി ദേവിയെ വേണ്ട വിധം ശുശ്രൂഷിക്കണമെന്നും കോപത്തോടും കൂടി ഒരു വാക്കും അവരോട് പറയരുതെന്നും രാമൻ അനുജനെ ഉപദേശിച്ചു. കണ്ണീരോടെ രാമൻ അനുജന്മാരെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ തയ്യാറെടുത്തു. ഭരതൻ ആദരവോടെ രാമപാദുകങ്ങൾ പൂജിച്ച് വിധി അനുസരിച്ച് ഒരു വലിയ ആനപ്പുറത്ത് കയറ്റിവെച്ചു. അമ്മമാർക്ക് തൊണ്ടയിടറിയതിനാൽ യാത്ര ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല. അവർ കണ്ണീരോടെ അയോധ്യയിലേക്ക് മടങ്ങാൻ രാമൻ്റെ അനുവാദം ചോദിച്ചു. അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച രാമചന്ദ്രൻ അവരെ യാത്രയാക്കിയ ശേഷം പർണശാലയിലേക്ക് മടങ്ങി. അടുത്ത ഭാഗം ഭരതൻ്റെ നന്ദിഗ്രാമവാസവും ഋഷിപ്രസ്ഥാനവും. വസിഷ്ഠ വാമദേവന്മാരും മന്ത്രിപ്രമുഖന്മാരും റാണിമാരും സേനകളും ഭരതശത്രുഘ്നന്മാരോടൊപ്പം മടക്കയാത്ര ആരംഭിച്ചു. മന്ദാകിനി നദീതീരത്തുകൂടെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. വിവരങ്ങൾ മഹർഷിയെ ധരിപ്പിച്ചു. മഹർഷി ഭരതകുമാരനെ അനുഗ്രഹിച്ചു. പിന്നീട് ഗംഗയെ നമസ്കരിച്ച് ശൃംഗിവേരപുരത്തിൽ കൂടി അയോധ്യയിലെത്തി. അമ്മമാരെ നഗരിയിൽ എത്തിച്ച ശേഷം ഗുരുജനങ്ങളോടൊപ്പം കുമാരന്മാർ നന്ദിഗ്രാമത്തിലേക്ക് പോയി. അയോധ്യയുടെ അന്നത്തെ സ്ഥിതി കണ്ട് ഭരതന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. നഗരിയാകെ മൂകമായിരിക്കുന്നു. സംഗീതത്തിൻ്റെ മധുരനാദം എങ്ങുമില്ല. നന്ദിഗ്രാമത്തിലെത്തിയ ഉടനെ രാമപാദുകങ്ങൾക്ക് വെൺകൊറ്റക്കുട പിടിക്കുവാൻ ഭരതൻ കൽപ്പിച്ചു. അഭിഷേകം നടത്തി രാമപാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അറിയിച്ചു. അങ്ങനെ രാമപാദുകങ്ങളായിരിക്കും രാജ്യം ഭരിക്കുന്നത് എന്നും കൽപ്പിച്ചു. തുടർന്ന് ജടാവൽക്കലധാരിയായി നന്ദിഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് ഭരതൻ രാമനു വേണ്ടി രാജ്യഭാരം ഏറ്റു. എന്തു കാര്യം ഭരതൻ്റെ മുന്നിലെത്തിയാലും അത് രാമപാദുകങ്ങളിൽ ഉണർത്തിച്ചതിനു ശേഷം മാത്രമേ കുമാരൻ തീരുമാനങ്ങൾ എടുത്തിരുന്നുള്ളൂ. ഭരതൻ മടങ്ങിയ ശേഷം വ്യസനമൊന്നും കൂടാതെ ചിത്രകൂടത്തിൽ രാമദേവൻ അനുജനോടും പത്നിയോടും കൂടെ വസിക്കുകയായിരുന്നു. പക്ഷേ അവിടെ തപസ്സു ചെയ്തിരുന്ന മുനിമാർക്കെല്ലാം ഏതോ തരത്തിലുള്ള ഭീതി പിടികൂടിയിട്ടുണ്ടെന്ന് രാമന് തോന്നി. മാമുനിമാർ തന്നെ കാണുമ്പോൾ രഹസ്യമായി എന്തോ സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് രാമനിൽ പലതരം സംശയത്തിന് കാരണമാക്കുകയും ചെയ്തു. ഒരു ദിനം മഹർഷിമാരോട് രാമൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു.
അപ്പോഴാണ് രാമൻ ചിത്രകൂടത്തിൽ വന്നതിനു ശേഷം രാവണൻ്റെ അനുജനായ ഖരൻ തങ്ങളെ കഠിനമായി ഉപദ്രവിക്കുന്നു എന്ന വിവരം മഹർഷിമാർ അറിയിച്ചത്. മാത്രമല്ല ഖരൻ്റെ ശല്യം അസഹ്യമായതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് തങ്ങൾ താമസം മാറ്റാൻ ഉദ്ദേശിക്കുന്നതായും രാമനോട് പറഞ്ഞു. രാമനും തങ്ങളോടൊപ്പം വരണമെന്നവർ അപേക്ഷിച്ചു. പക്ഷേ രാമൻ അതിനു തയ്യാറായില്ല. താമസം കൂടാതെ മഹർഷിമാർ ആശ്രമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. രാമനാകട്ടെ അവിടം വിട്ടുപോകുവാൻ കൂട്ടാക്കിയില്ല. ശ്മശാന തുല്യമായ ആശ്രമത്തിൽ അധികം ദിവസം താമസിക്കുവാൻ രാമന് കഴിഞ്ഞില്ല. അവിടെ താമസിക്കും തോറും അയോധ്യയെക്കുറിച്ചുള്ള ചിന്ത ദേവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ഭരതൻ സൈന്യസമേതം രാമനെ വന്നുകണ്ട സ്ഥലം ചിത്രകൂടമാണല്ലോ. ചതുരംഗപ്പട വന്നു കയറിയ സ്ഥലം ആശ്രമ ജീവിതത്തിന് പറ്റിയതല്ലെന്നും അദ്ദേഹത്തിന് തോന്നി. അതിനാൽ ആ സ്ഥലം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുവാൻ രാമൻ തീർച്ചയാക്കി. സീതയോടും സൗമിത്രിയോടുമൊപ്പം അദ്ദേഹം അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. മഹർഷി അവരെ ആദരിച്ച് സ്വീകരിച്ചു. മഹർഷി പത്നി അനസൂയ വാത്സല്യത്തോടെ സീതയെ പരിചരിച്ചു. അത്യുഗ്രമായ തപസ് ചെയ്ത് മഴ പെയ്യിച്ചവളാണ് അനസൂയാദേവി. ഗംഗയിൽ തപശക്തിയാൽ ജലം നിറച്ചവളാണ് ദേവി. വൃദ്ധയായ അനസൂയാദേവി സീതയെ അനുഗ്രഹിച്ചു. സീതേ, നീ ധർമ്മം ചെയ്യുന്നവളാണ്. രാജകീയ ഐശ്വര്യങ്ങൾ ഉപേക്ഷിച്ച് ബന്ധുമിത്രാദികളെയും വിട്ട് ഭർത്താവിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചത് ഉചിതമായി. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന നിനക്ക് ഐശ്വര്യവും സന്തോഷവും കൈവരും. സുശീലകളായ സ്ത്രീകൾക്ക് ഭർത്താവാണ് പരദൈവമായുള്ളത്. നിന്നെപ്പോലെ സദ്ഗുണങ്ങളുള്ള സ്ത്രീകളാണ് പുണ്യവതികൾ. നിനക്ക് ധർമ്മവും കീർത്തിയും ലഭിക്കട്ടെ. സ്ത്രീധർമ്മത്തെക്കുറിച്ച് വിവാഹ ദിവസം തൻ്റെ അമ്മ ഉപദേശിച്ചതനുസരിച്ചാണ് താൻ ജീവിക്കുന്നതെന്ന് സീതാദേവി മുനിപത്നിയെ അറിയിച്ചു. മാത്രമല്ല വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ കൗസല്യാദേവി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചേ താൻ ജീവിക്കുകയുള്ളൂവെന്നും ദേവി പറഞ്ഞു. സീതയുടെ സദ്ഗുണങ്ങൾ അനസൂയാദേവിയെ സന്തുഷ്ടയാക്കി. ദേവി ദിവ്യവും ഉത്തമവുമായ മാലയും വസ്ത്രങ്ങളും മറ്റാഭരണങ്ങളും സീതയ്ക്ക് നൽകി. അതിൻ്റെ കൂടെ അംഗരാഗവും നൽകി. അംഗരാഗം ദേഹത്ത് പൂശിയാൽ സീതയുടെ സൗന്ദര്യം ഒരിക്കലും നശിക്കുകയില്ലെന്ന് അനസൂയാദേവി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് സീതാ സ്വയംവരത്തെക്കുറിച്ച് വിശദമായി പറയുവാൻ ഋഷിപത്നി സീതയോട് ആവശ്യപ്പെട്ടു. ദേവി തൻ്റെ ജനനം മുതൽ സ്വയംവരം വരെയുള്ള ജീവിതത്തിലെ പ്രധാന അനുഭവങ്ങളെല്ലാം അനസൂയയെ പറഞ്ഞു കേൾപ്പിച്ചു. സീതയുടെ മധുരമായ സംഭാഷണ രീതി അനസൂയാദേവിക്ക് ഏറെ ഇഷ്ടമായി. ദേവി സീതയെ വാത്സല്യത്തോടെ ഉമ്മ വെച്ചു. അപ്പോഴേക്കും സൂര്യാസ്തമനമായി. ഇര തേടിപ്പോയ പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങി വന്നു തുടങ്ങി. മാമുനിമാർ കുളി കഴിഞ്ഞ് കുടം നിറയെ വെള്ളവുമായി എത്തുന്ന ശബ്ദവും കേട്ടു തുടങ്ങി. അഗ്നിഹോത്രം നടത്തുന്നതിൽ നിന്നുയരുന്ന പുക അന്തരീക്ഷത്തിൽ ഉയർന്നിട്ടുണ്ട്. രാമനെ ശുശ്രൂഷിക്കാനായി പൊയ്ക്കൊള്ളുവാൻ ദേവി സീതയെ ഉപദേശിച്ചു. പോകും മുൻപ് താൻ നൽകിയ ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയണമെന്നും അനസൂയ ആവശ്യപ്പെട്ടു. സർവാഭരണ വിഭൂഷിതയായി ദേവി രാമൻ്റെ മുന്നിലെത്തി. അനസൂയാദേവിയുടെ സമ്മാനത്തെക്കുറിച്ച് സീത രാമനോട് പറഞ്ഞു. രാമലക്ഷ്മണന്മാർ ദേവിയെ അനുമോദിച്ചു. അവർ താപസന്മാർ നൽകിയ സത്കാരത്തിൽ അങ്ങേയറ്റം തൃപ്തി കൊണ്ടു. നേരം പുലർന്നു. കുളിയും ജപവും കഴിഞ്ഞ് വിശ്രമിക്കുന്ന മഹർഷിയോട് കുമാരന്മാർ യാത്ര ചോദിച്ചു. ആ സമയം തങ്ങൾ നേരിടുന്ന രാക്ഷസ ശല്യത്തെക്കുറിച്ച് മുനിമാർ പറഞ്ഞു. അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു. പല രൂപത്തിൽ അവർ തങ്ങളെ ആക്രമിക്കാറുണ്ടെന്നും അറിയിച്ചു. മുനിമാർ കായ്കനികൾ പറിക്കാൻ പോകുന്നിടത്താണ് ആക്രമണം ഉണ്ടാവുന്നത്. അങ്ങോട്ടേക്കുള്ള വഴിയും മുനിമാർ ഉപദേശിച്ചു കൊടുത്തു. അനന്തരം ആരണ്യത്തിലേക്ക് പോകുന്ന കുമാരന്മാർക്കും സീതാദേവിക്കും മംഗളം ഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. അന്നു തന്നെ അവർ ഇടതൂർന്ന വനത്തിലേക്ക് പ്രവേശിച്ചു. ഇതോടുകൂടി
അയോധ്യാകാന്ഡം എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ആരണ്യകാന്ഡം വായിച്ചു തുടങ്ങാം നമുക്ക്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്